ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞ മനോജ് അതിനെ നശിപ്പിക്കുന്നത് ഷോയിലെ മത്സരാർത്ഥികളാണെന്നാണ് പറയുന്നത്. ജാസ്മിനും ഗബ്രിക്കും എതിരെയാണ് മനോജ് രൂക്ഷ വിമർശനം നടത്തുന്നത്. ഗബ്രി എന്നൊക്കെയാണ് മനോജ് പറയുന്നത്. അവരെ കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുകയാണെന്നും കാണുമ്പോൾ തന്നെ കാർക്കിച്ചു തുപ്പാൻ തോന്നുന്ന ചേഷ്ടകളാണ് കാണിക്കുന്നതെന്നും പറയുന്നു. അവൻ്റെ പല്ലിന് ദന്തകാമാവേശ രോഗമാണ്, കടിച്ചാണ് തൻ്റെ പ്രശ്നം തീർക്കുന്നതെന്നും ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഒന്നും ഇതിന് മരുന്നില്ലെന്നും ഒരു മരുന്നേ ഉള്ളൂ, പോത്തുംകാലും വാങ്ങിക്കൊടുക്കണം എന്നും പറയുന്നു. എന്നാൽ ഗബ്രിയുടെ പേര് പറയുന്നില്ല. അതുപോലെ ജാസ്മിൻ്റെ പേര് നേരിട്ട് പറയാതെയാണ് വിമർശിക്കുന്നത്. ജാസ്മിൻ്റെ പിതാവിന് ബ്ലോക്കൊന്നുമല്ല, ആത്മഹത്യാ ഭീഷണി മുഴക്കി കാണുമെന്നും ജന്മം നൽകിയ സ്ത്രീയെ മുൻനിർത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ ബിഗ് ബോസിനും വഴങ്ങാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നും മനോജ് പറയുന്നു. മറ്റൊന്നും ഏഷ്യാനെറ്റും ബിഗ് ബോസും പെട്ടുപോയി. കാരണം നല്ലൊരു കളി കളിച്ചു ആത്മഹത്യാ ഭീഷണി മുഴക്കി എഴുതി വെച്ച് ആത്മഹത്യ ചെയ്താൽ ചാനൽ പൂട്ടിപ്പോകില്ലേ? മനോജ് പറയുന്നു. ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ തന്ത